ഹായ് ഫ്രണ്ട്സ്, മഴതൂര് മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ സ്റ്റാൻലി അലീനയുമായിട്ടുള്ള വഴക്ക് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റാൻലി മദ്യം കഴിക്കുകയാണ്. 2 ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കും. അപ്പോഴാണെങ്കിൽ അവതക്കുട്ടി ചായ കയറി വരും. അപ്പോൾ അപ്പച്ചൻ ചോദിക്കും, ഇതെന്തുവാടാ 2 ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചേക്കുന്നത്? അന്നേരം പറയും, അപ്പച്ചൻ വേണമെങ്കിൽ ഒന്ന് കഴിക്കാം. അന്നേരം പറയും, എനിക്ക് വേണ്ട, നീ അങ്ങ് കഴിച്ചു. എന്നാലും നീ എന്തിനാടാ 2 ഗ്ലാസ്സില്ലേ? എനിക്ക് വേണ്ടല്ലോ, ഞാൻ കഴിക്കത്തില്ലെന്നറിയാമല്ലോ, നീ പിന്നെ എന്തിനാ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച്? അതൊന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടി. അതെന്താ, കുപ്പിയിലിരിക്കുമല്ലയോ, അത് നിനക്ക് ആ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചാൽ പോരെ? അന്നേരം പറയും, അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ, അത്രയ്ക്ക് ടെൻഷനാണോ ചോദിക്കും. ആന്ന്. എടാ, കിച്ചണിൽ വെച്ച് കിച്ചണിലെ കാര്യങ്ങൾ സംസാരിച്ച് തീർന്നതല്ലേ, നീ പിന്നെ എന്തിനാ അലീനയുടെ റൂമിൽ ചെന്ന് അലീനയോട് വഴക്കിട്ടത്? പിന്നെ ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. ഈ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങൾക്ക് സമാധാനം കൊടുക്കത്തില്ല, സ്വസ്ഥത കൊടുക്കത്തില്ല, അവർ പറയുന്നത് അനുസരിക്കത്തില്ല. ആങ്ങളോടായാലും അച്ഛനോടായാലും ഭർത്താവിനോടായാലും എല്ലാവരോടും ഷൗട്ട് ചെയ്ത് ചെല്ലും എന്ന് സ്റ്റാൻലി പറയും. അന്നേരം അപ്പച്ചൻ പറയും, ചിലർ കാണും അങ്ങനെ. അപ്പച്ചൻ്റെ ചിന്നമ്മ എങ്ങനെയായിരുന്നു? എൻ്റെ ഓർമ്മയിൽ അച്ചി വഴക്കിടുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചനുമായിട്ട് ഒരു ആർഗ്യുമെൻറ്റിനും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിന്നമ്മയ്ക്കും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി കിടക്കാൻ ചെല്ലുമ്പോൾ അപ്പോഴായിരുന്നു അവൾ പരാതികളും പരിഭവങ്ങളും എല്ലാം പറയുന്നത്. പക്ഷെ ഞാനെല്ലാം മൂളിക്കേട്ടങ്ങ് കിടക്കുമായിരുന്നു. അവൾ പറയുന്നത് കിച്ചണിലെ കാര്യം അവൾ നോക്കാമെന്നല്ലേ, അപ്പം നീ അതങ്ങ് വിട്ടുകൊടുത്താരേ? സ്റ്റാൻലി പറയും, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അപ്പച്ച? അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൾ കുറേ ദിവസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് അവളങ്ങ് പോയി കഴിയുമ്പോൾ എനിക്ക് പിന്നെ ആരാ ഇവിടെ ഫുഡ് ഉണ്ടാക്കി തരുന്നത്? നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും കാണുമോ പിന്നീട്? പൗലോസിനെയൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവൻ നല്ല കുക്കാണ്, നല്ല രീതിയിൽ അവൻ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഗെറ്റ് ടുഗദർ പരിപാടിയൊക്കെ നടക്കുമ്പോൾ തന്നെ ഇവൻ ഫുഡ് ഉണ്ടാക്കി അതൊക്കെ അവർ കഴിച്ചിട്ട് എന്നാ ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര നല്ല ഫുഡാണ് ഇവൻ ഉണ്ടാക്കുന്നത്. ഇവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? എനിക്ക് നല്ല ഫുഡ് കിട്ടുന്നത് പിന്നെ എങ്ങനെ ഇവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ? അപ്പച്ചൻ പറയും, ഞാൻ പോയി അലീനയെ ഒന്ന് കാണട്ടെ, നിങ്ങളുടെ ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അന്നേരം സ്റ്റാൻലി പറയും, എനിക്ക് വേണ്ടി മധ്യസ്ഥതയ്ക്ക് അപ്പച്ചൻ പോകണ്ട, ഇപ്പം അല്ലെങ്കിലും അങ്ങോട്ട് ചെന്നാലും മതി. അവതക്കുട്ടിച്ചായനെ ചിന്നമ്മ ചുരുട്ടിക്കൂട്ടി കൈവെള്ളേ വെക്കും എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. അപ്പച്ചൻ പിന്നെ അലീനയുടെ റൂമിൽ ചെല്ലും. അപ്പോൾ അലീനയാണീ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക. അപ്പച്ചൻ ചെല്ലുമ്പോൾ ചോദിക്കും, എന്തെടുക്കുമോ മോളെ, നീ എന്ത് കരയുമായിരുന്നു? അതിന് കണ്ണൊക്കെ ചുമന്നിരിക്കുന്നല്ലോ. അന്നേരം പറയാം, അല്ല അപ്പച്ച, ഞാൻ 2-3 പ്രാവശ്യം തുമ്മി, അതിൻ്റെയാണ്. അന്നേരം ചോദിക്കും, ഈ തുമ്മൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾ രണ്ടും കൂടെ വഴക്കിട്ടല്ലേ? നിന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ലാലിച്ചനോട് അരക്കുപ്പി അകത്താക്കിയിട്ടുണ്ട്. അന്നേരം പറയും, അരക്കുപ്പിയായിട്ട് എന്തിനാക്കിയത്? 1 കുപ്പിയും കൂടെ എടുത്ത് കൊണ്ട് കൊടുക്കരുതായിരുന്നോ? കുറച്ചുകൂടി ദേഷ്യം
തീരട്ടെ. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫും കുറേ ഭൃത്യന്മാരുമാണ് ഈ വീട്ടിലുള്ളത്. അനുസരണയുള്ള കുറേ പട്ടികൾ. അപ്പം ഞാനും പട്ടികളെപ്പോലെ അനുസരണയോടെ നിൽക്കണമെന്നാണ് കേണലിൻ്റെ വിചാരം. ഈ പട്ടാളത്തിൽ കേണൽ മാത്രമല്ലായിരുന്നല്ലോ, കേണലിൻ്റെ മുകളിലും കേണൽമാരൊക്കെ ഇല്ലായിരുന്നോ? കേണലല്ലായിരുന്നല്ലോ ഏറ്റവും മുകളിലുള്ളത്. അങ്ങനെയൊക്കെ അലീന അപ്പച്ചനോട് ചോദിക്കും. അപ്പം അപ്പച്ചൻ പറയും, അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നില്ലേ? ഈ റിട്ടയർഡായി കഴിയുമ്പോൾ ഈ കേണൽ അങ്ങ് പോകത്തില്ലേ? റിട്ടയർഡ് കേണലല്ലയോ, അല്ലാതെ ഇപ്പോൾ സർവീസ് ഇരിക്കുമൊന്നും അല്ലല്ലോ. ആജ്ഞാപിക്കാനും ഒന്നും ഇപ്പോൾ ഈ നിമിഷം മുതൽ ഞാൻ വിചാരിക്കുന്നു ഇവിടുന്ന് ഞാൻ പോകുന്നില്ല. കേണലുമായിട്ട് ഉടക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേണലിന് ഭാര്യയും മക്കളും ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ എന്ത് ചെയ്യും? അവരാരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. പിന്നെ അവരെ ആരും അങ്ങോട്ട് പോയി കണ്ടിട്ടും ഇല്ലല്ലോ ഞാൻ വന്നതിന് ശേഷം. പിന്നെ അവരെ ആരും വിളിക്കുന്നതും കണ്ടിട്ടില്ല. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് അല്ലേ? ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ? അന്നേരം പറയും, നിന്നേക്കാം. നീ കിച്ചണിൽ വെച്ച് സംസാരിച്ചതൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കും. നീ ഇവിടെ സ്റ്റാൻലിയെ റെഡിയാക്കാൻ തീരുമാനിച്ചെങ്കിൽ ഇവിടെ പള്ളിക്കാരും അച്ഛന്മാരും പാർട്ടിക്കാരും കുറേ ആൾക്കാർ വിചാരിച്ചതാണ്, എന്നിട്ട് നടന്നില്ല. പിന്നെ നീ തീരുമാനിച്ചു, നീ നടപ്പിലാക്കുന്നത്. ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കും, നീ നടപ്പിലാക്കും എന്നെനിക്കറിയാം എന്ന് പറഞ്ഞു. സ്റ്റാൻലിയെ ശരിയാക്കുമെന്നുള്ളത് എനിക്കറിയാമെന്ന് പറയും. ലാലിച്ചിൻ്റെ വെള്ളമടി എങ്ങനെ നിർത്താൻ പറ്റും? എന്തുമാത്രം കുപ്പിയാണ് ബാക്കി കിടക്കുന്നത്. ഭയങ്കര ഡിസിപ്ലിനാണ്. കുറേ കുപ്പിയും സിഗരറ്റും, കുറേ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കുറേ ഭൃത്യന്മാരും കുറേ പട്ടികളും. ഇതാ കേണൽ സ്റ്റാൻലിയുടെ ഡിസിപ്ലിൻ, അലീന പറയും. അത് കഴിഞ്ഞ് കുട്ടിച്ചായനങ്ങ് പോകും. പിന്നീട് അലീനയാണെങ്കിൽ മനുവിനെ വിളിക്കും. അപ്പം മനു ചോദിക്കും, എന്തുണ്ട് വിശേഷം? അന്നേരം പറയും, എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഫുഡും കഴിച്ച് ഇവിടെ ഇരിക്കുക, അടുക്കളയിൽ പോലും കയറണ്ട. അപ്പം മനു പറയും, അടുക്കളയായിരുന്നല്ലോ നിൻ്റെ സാമ്രാജ്യം, ഒരു വീട് ഭരിച്ചിരുന്ന നീ എങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കും? എങ്ങനെയുണ്ട് നീ സ്റ്റാൻലി പപ്പ? നിന്നോട് സ്നേഹമുണ്ടോ? നിന്നോട് കമ്മ്യൂണിക്കേഷൻ ആരെങ്കിലും ഉണ്ടോ? വല്യപ്പച്ചനുണ്ട്, വല്യപ്പച്ചനോടുള്ള സംസാരമേ ഉള്ളൂ, അല്ല വേറെ ആരുമില്ല. പിന്നെ ഞാൻ വഴക്കിടും. നീ വഴക്കിടും ആരോട്? ഇവിടെ പൂച്ചയെപ്പോലെ ഇരുന്നില്ലേ നീ? പിന്നെ ഇപ്പോഴാണ് അവിടെ ചെന്ന് ആരോടാ വഴക്കിടുന്നത്? അതിവിടുത്തെ വേലക്കാരോട്, ചെയ്യുന്നവരോട്. അവരുമായിട്ട് ഞാൻ വഴക്കിടും. നിനക്കവിടെ പറ്റുമോ പിടിച്ച് നിൽക്കാൻ? അതോ ഞാൻ വരണോ? ഇവിടെ കുറേ സെറ്റാക്കാനുണ്ട്, സ്റ്റാൻലിപ്പപ്പയൊക്കെ റെഡിയാക്കാനുണ്ട്. ഇപ്പം ഞാൻ ഓർത്ത് ഇവിടെ പിടിച്ച് നിൽക്കണമെന്ന്. അമ്മ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടും എന്നൊക്കെ അലീന ഇങ്ങനെ മനുവിനോട് പറയും. അവിടെ അന്നേരം എന്ന് മനു ചോദിക്കും, അത് നിൻ്റെ പിതാശ്രീ അല്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇനി എന്നാ അങ്ങോട്ട് വരേണ്ടത് താലിമാലയും പുടവയൊക്കെ ആയിട്ട് എന്ന് മനു ചോദിക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമേ അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.